പ്രാരംഭം ലോക്ക്ഡ് മോർ ടു കം. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇനി ചെയ്യണം എന്നൊരു പ്ലാനിലേക്ക് നിങ്ങൾ എത്തുമോ? ഉണ്ട്. നമ്മൾക്ക് മറ്റേ വൃദ്ധസദനം സന്ദർശിക്കണം. വൃദ്ധസദനം എന്താണ്? വൃദ്ധസദനം. ഒന്നുകൂടി വൃദ്ധസദനം. ഇനി പറ. ആ പോരട്ടെ. വൃദ്ധസദനം ഉരുളിയിലെ മുരളി. വീണ്ടും ടങ് ട്വിസ്റ്റർ ആണ്. ഉരുളിയിലെ മുരളി കരളി പിടി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഓ തെറ്റി. ഒന്നുകൂടി. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. ഓമൽ കൺമണി ഒഴുകിവാ നായകനായിവാ ഞാനൊരു നരൻ. ഓഹോ ഞാനൊരു നരൻ. ഒരു അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല. എടാ ഒന്ന് ശരിയാക്കണം. ഇത് കേട്ട് നോക്കണം. ഇന്നലെ നമ്മൾ ലാസ്റ്റ് നിങ്ങളുടെ ശക്തി പരീക്ഷണം തെളിയിക്കാൻ വേണ്ടി ഒരു ഉഗ്രൻ ടാസ്ക് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അലൻ ജോസ് കുറേ തീരുമാനങ്ങൾ എടുത്തേക്കുന്നു, ഇനി കല്യാണത്തിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ കാര്യം? എന്താ അത്? ഒരുപാട് കോമാളിത്തരം അതിര് കടന്നു. അവിടെ ആർക്ക് അതിര് കടന്നു? എനിക്ക് എൻ്റെ സ്വയം തോന്നി. നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ അവര് നമ്മളെ റാഗ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് 2 ഡാൻസ് സ്റ്റെപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെയും 2-3 ദിവസമായിട്ട് ചില ഗേൾസ് വിളിച്ചിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചിട്ട് നമ്മുടെ മേത്തേക്ക് ഫോഗ് എറിയുക, അങ്ങനെ പരിപാടിയൊക്കെ ചെയ്തിരുന്നു. പെൺകുട്ടികൾ വിളിച്ചിട്ടാ ഈ ഷേവിങ്ങിന്റെ ക്രീം ഉണ്ടല്ലോ, അതിന്റെ പദമേത്തൊക്കെ എറിയുക. വീഡിയോ വിചാരിച്ചിട്ടില്ല, പക്ഷെ എങ്കിലും അത് തെറ്റായിട്ടുള്ളൊരു പ്രവണത. എനിക്ക് മാനസികമായിട്ട് അത് മെന്റൽ ഷോക്കായി അത് കണ്ടപ്പോൾ. അല്ല, അപ്പൊ ഇങ്ങനത്തെ പരിപാടികൾക്ക് പോവാതിരുന്നൂടെ? അങ്ങനെ നമുക്ക് അനുഭവം ആണല്ലോ. പാളിച്ചകൾ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അനുഭവം പാളിച്ചകൾ. ഷാറുഖ് ഖാൻ വരെ പോകുന്നുണ്ടല്ലോ. അല്ല, ഷാറുഖ് ഖാനെ ബുള്ളി ചെയ്തില്ലേ? എത്ര പ്രാവശ്യം വിളിച്ചു ഷാറുഖ് ഖാൻ. ഒരു സ്റ്റേജ് ആ വീഡിയോ ഭയങ്കര വൈറലായില്ലേ? ഒത്തിരി വിളിച്ചിട്ടും അവര് ചെന്നില്ല. അപ്പോ ഇതൊക്കെ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. പറഞ്ഞു വരുന്നത് ഷാറുഖ് ഖാൻ വരെ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഒരു എക്സാമ്പിൾ പുള്ളിക്കാരത്തി പറഞ്ഞതാ. പക്ഷെ എനിക്ക് കല്യാണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പരിപാടിക്ക് പോകുന്നതിനെ കുറിച്ച്. കാരണം വലിയ സെലിബ്രിറ്റീസ് ഇന്നലെ വരെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു കല്യാണ പ്രോഗ്രാംസിന്. ഇപ്പൊ മമ്മൂക്കയും ദിലീപേട്ടനും രാജുവേട്ടനൊക്കെ പോകുന്നുണ്ട്. അല്ല, കല്യാണ പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട്, ചുമ്മാ ഗസ്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ പോകുന്ന പരിപാടിയുണ്ട് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ വെക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ പോകുന്ന മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ ആൾക്കാർ. മനസ്സിലായി? മാന്യമായിട്ട് പോയി ഷേക്ക് കൊടുക്കുന്നത് എടുക്കുന്നുള്ളൂ. അവർക്ക് കണ്ടന്റ് ഇത് മതി. അതാണ് മെയിൻ പ്രശ്നമുള്ളത്. ഇനി അത് കണ്ടന്റിന് വേണ്ടി നിന്ന് കൊടുക്കില്ല. ശരി. അപ്പൊ അറിയില്ലേ എല്ലാവർക്കും വേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന. പക്ഷെ നമ്മളത് മാറി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ ഇനി സ്റ്റേജിൽ കയറി ഷേക്കിന് കൊടുത്തിട്ട് മടങ്ങിയാൽ മതി, നടന്മാർ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, ഡാൻസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പോകും. കാരണം നമ്മളെ വിൽക്കുക അല്ലെങ്കിൽ നമ്മളെ മോശമാക്കുന്ന ഒരു ഡാൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഡാൻസ് ചെയ്യുന്നത് രീതിയുണ്ട്, പക്ഷെ ഓവറായിട്ടുള്ള മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഡാൻസ് നമുക്ക് താല്പര്യമില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ അലൻ തന്നെ അറിയാം, അങ്ങനെയൊക്കെ കാണിച്ചാലേ റീച്ച് കിട്ടുള്ളൂ. പരിപത്തി വരെ ഉണ്ടല്ലോ. റീച്ചിനെ നമ്മൾ എങ്ങനെ വേറിട്ട് ചിന്തിക്കാന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് വേറിട്ട്? നമ്മളിപ്പോ ഈ നല്ല മലയാള സിനിമയുടെ മുൻകാല മരണപ്പെട്ട ഡയറക്ടർമാരെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെ? വലിയ ലെജൻസിനെ പോലെ ഇപ്പൊ ഐവിശ്വസ സാറിന് ഒരുപാട് ചിന്തിച്ചിട്ടാണോ സിനിമകൾ ചെയ്തിരിക്കുന്നത്, പണ്ട സിനിമകൾ. അപ്പൊ അതേപോലെ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട്. ഇപ്പൊ നാളെ എന്ത് ചെയ്യുന്നത് ഇപ്പൊ തന്നെ തലേദിവസം പ്ലാൻ ചെയ്യും. ഇപ്പൊ ഈ ന്യൂ ഇയറിന് എന്താ ചെയ്യാൻ പോണേ? പുതിയ ന്യൂ ഇയറിന് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ന്യൂ ഇയറിന് ഇപ്പൊ നമ്മള് ഒരു 3 പെൺകുട്ടികൾ വെച്ചൊരു ഡാൻസ് പ്രോഗ്രാം അല്ല, ഒരു റീക്രിയേഷൻ വീഡിയോകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 എത്രണ്ണം? 2 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൺഫ്യൂഷൻ തീർക്കണമെന്നൊരു സോങ്, പിന്നെ വസ്കോഡ ഗാമ സോങ്,
പിന്നെ ഒരെണ്ണം കൂടി സോണ 3 അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. 3 പ്ലാൻ പെട്ടെന്ന് കിട്ടിയ ഒരെണ്ണം കൂടി. ഓക്കെ, പെട്ടെന്ന് കിട്ടിയാണ്. ഇപ്പൊ ഒരെണ്ണം കിട്ടിയതാ. ഓക്കെ, ആദ്യം ഒരെണ്ണം വരുന്നേ, പിന്നെ 2 ഇപ്പൊ 3 ഇനി ഒരെണ്ണം കൂടി ചോദിച്ചാൽ ഒരെണ്ണം കൂടി ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം പ്ലാൻ ചോദിച്ചാ 3 ഉള്ളു ഇപ്പൊ. 10 അതല്ലേ, എല്ലാം എത്തിക്കഴിയുമ്പോൾ ലിസ്റ്റ് കുറെ ഉണ്ട്, പിന്നെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. എടാ നീ ഓരോ കാര്യങ്ങളും നീ ഭയങ്കരമായിട്ട് ചിന്തിച്ചാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? അതെ അതെ അതെ, എല്ലാ തീരുമാനങ്ങളും ഓരോന്ന് ചിന്തിച്ചാണ്. ഇന്ന് തന്നെ എനിക്ക് ഇന്നലത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഡിപ്രഷൻ ആയതുകൊണ്ട് ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, പ്ലാനിങ് ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തെ വെച്ച്. അവിടെ നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ. ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് ആലോചനയായിരുന്നു ഏതാ ഇന്നത്തെ ഷൂട്ടിനെ കുറിച്ച്. ഇതല്ല, രാവിലെ വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു വീട്ടില് പ്ലാൻ ചെയ്ത്. എല്ലാ ദിവസവും ഷൂട്ടാണ്. ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യനായി മാറി. പക്ഷെ അത് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തത് ഒരു റീക്രിയേഷൻ ആണ്. ദിലീപേട്ടനെ കാവിച്ചൊരു സിനിമ റീക്രിയേഷൻ ചെയ്യാൻ സദാനന്ദന്റെ സമയം. അതാണോ ചെയ്യാമോ? സദാനന്ദനായിട്ടാണോ അഭിനയിക്കുന്നത്? ഷേവ് ചെയ്യണം വീട്ടിൽ പോയിട്ട്. ഒരു ഷേവിംഗ് ആണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത്. വീണ്ടും ഷേവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഏതോ ഇത് ബ്യൂട്ടി പാർലറിൽ പോയി ഷേവ് ചെയ്യണം. എന്താണ് ഇപ്പൊ ദിലീപേട്ടൻ കുഞ്ഞിക്കൂനൻ ചെയ്തിട്ടുണ്ട്, ചാന്തുകുട്ടി ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറെ ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ അലൻ ജോസിന് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? കുഞ്ഞിക്കൂനും ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കണ്ടായിരുന്നു. അത് പക്ഷെ ഓവറായിപ്പോയി കുറച്ചുകൂടെ. ആര് അത് ചെയ്യിപ്പിച്ച ആൾക്കാർ അങ്ങനെ ഓവറാക്കി ചെയ്യിപ്പിച്ചു. ആരെ ചെയ്യിപ്പിച്ചത്? മീഡിയക്കാരുടെ. എടാ നീ ഓരോ തീരുമാനം ആലോചിച്ചെടുത്ത് ചെയ്യുന്ന ആളല്ലേ. പക്ഷെ നമ്മളത് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് വർക്കാവുന്നില്ല കേട്ടോ. ഇപ്പൊ കമ്മത്തി ഞാൻ റീക്രിയേറ്റ് ചെയ്തിരുന്നു, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുകൂടിയില്ല. എന്താ ശ്രദ്ധിക്കാൻ? അത് കമ്മത്താന്ന് മനസ്സിലായില്ല ആൾക്കാർക്ക്, മനസ്സിലാക്കണ്ടേ? ആണാ എന്നോട് ചോദിക്കണ. വേറെ ഇനിയിപ്പോ അടുത്ത് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ചെയ്യാൻ? അടുത്ത് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ സമയമാണ്. അതിനുശേഷം ഇനി കാര്യസ്ഥൻ, ബസ് കണക്ടർ, പറക്കും തളിക, അങ്ങനെ കുറച്ച് പ്ലാനിങ്. പുറത്തുനിന്ന് കണ്ടേക്കുന്ന ഒരു ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ആരാധകൻ ആരായിരുന്നു? അലനോട് ഒന്ന് സംസാരിച്ച ആരാധകൻ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അർജുൻ അശോകനെയാണ്. അർജുൻ അശോകനോ? അർജുൻ അശോകൻ എന്തോ നേരിട്ട് വന്ന് സംസാരിച്ചു? നേരിട്ട് വന്ന് സംസാരിച്ചല്ല, വന്നതാണ്. പക്ഷെ ഞാൻ സൈഡിൽ കൂടി പോയോ? അല്ല, ലൊക്കേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ അർജുൻ അശോകൻ ചേട്ടൻ്റെ ഒരു പടം നാദർശിക്കടെ ഇറക്കിയിട്ടുള്ള പടം ഉണ്ടായിരുന്നു. മറ്റേ അന്ന് സംഭവം നടന്ന രാത്രി നടന്നു. പിന്നെ അത് വൺസ് അപ്പോൺ ടൈം എന്നൊക്കെ റിലീസ് ആയിരുന്നു. പടം വലിയായിട്ട് തിയേറ്ററിൽ പുള്ളി ആ സെറ്റില് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കോഡിന്റെ കൂടെ ഒരു പരിപാടിയായിരുന്നു ചെയ്തത്. സീൻസ് അധികം രീതിയിൽ വന്നില്ല, ചെറിയ രീതിയിൽ വന്നു. പക്ഷെ അത് വലിയ ബിൽഡപ്പ് വന്നില്ല. പക്ഷെ അത് സീനിനെ പറ്റി പറയാം. പുള്ളിക്കാരൻ പെട്ടെന്ന് ഒരു മാനേജർ വന്നിട്ട് പറഞ്ഞു, ഞാൻ അർജുൻ സാറിൻ്റെ മാനേജറാണ്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു പുള്ളിക്കാരനെന്ന് പറഞ്ഞു. ഞാൻ ആൾക്കൂടത്തിൽ നടന്ന് ഞാൻ പോയി കണ്ടു, സംസാരിച്ചു. ആ പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ ഫാനാണ്, കാണാറുണ്ട്, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കാറുണ്ട്. പുള്ളി പറഞ്ഞു അങ്ങനെ ഇഷ്ടമായി. ഇതുപോലെ വേറെ സെലിബ്രിറ്റീസ് ആരെങ്കിലും ഇതുപോലെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? വേറെ ടിനിച്ചേട്ടനാണല്ലോ മെയിനായിട്ട് സപ്പോർട്ട്. വീണ്ടും ടിനിച്ചേട്ടൻ്റെ അടുത്തേക്ക്. എൻ്റെ ദൈവമേ, ടിനിച്ചേട്ടൻ എന്നെ മിക്കവാറും എന്നെ വിളിക്കും രാത്രിയാകുമ്പോൾ. നീ എന്നെ കൂടെ പറയിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ബിബിൻ ജോർജ് ചേട്ടൻ. പുള്ളിയുടെ എല്ലാ സിനിമയും മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ തന്നെ പുള്ളിയുടെ പോകാറുണ്ട്. അതുപോലെ പമ്പ നമ്മളിപ്പോൾ പമ്പ ഇവിടെ ചെയ്ത ആക്ടൊക്കെ ബാംഗ്ലൂരോ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര മോശം കമൻറ്റുകളൊന്നും വരില്ല. ഇല്ല. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇതേപോലെ കുറേ രീതിയിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം ഇത് അവിടെയൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോഴും ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഇങ്ങനെ കമൻറ്റുകളൊക്കെ വരാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവുക. ശരിക്ക് ഇവിടെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളൊരു എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്താതിരിക്കുക എന്നുള്ള ഒരു കാര്യം കുറച്ചും കൂടെ നമുക്ക് ഫോർവേഡ് ആവേണ്ട കാര്യമുണ്ട് എന്ന് മലയാള സമൂഹത്തിൽ എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അതായത് നമ്മുടെ നെയ്ബേഴ്സിന് നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാം നമ്മളെ പറ്റി. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യം നമുക്കറിയില്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി എന്നുള്ള പോലെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഡ്രസ്സിങ്. അപ്പോൾ ഡ്രസ്സിങ് നമ്മൾ മറ്റുള്ളവരുടെ വികാരത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നതിൽ നമ്മുടെ കംഫർട്ടും നമ്മൾക്ക് എന്താണ് സൗകര്യം എന്നനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. പിന്നെ ഒരുപാട് പേര് പറയുന്നു വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യുന്നു അങ്ങനെയൊക്കെ. ഡ്രസ്സിങ് ഞാൻ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഡ്രസ്സ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു വിമർശനം വന്നിട്ടുണ്ടോ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ? തിയേറ്ററിൽ പോയപ്പോ അതെ അതെ എന്നെ കൊണ്ട് തന്നെ പറയും. ശരിയാവില്ല. അത് അലൻ
എന്റെ ചെസ്റ്റ് ഏരിയയിലൊക്കെ നോക്കി അങ്ങനെ ഒരു വീഡിയോ വൈറലായിട്ട്. അതെന്താ പറ്റിയല്ല എന്തായിരുന്നു? അതിപ്പോ നമ്മളിപ്പോ പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോ നമ്മള് നോക്കുമല്ലോ. എങ്ങോട്ട്? അല്ല അങ്ങനെ നോക്കാനല്ല, പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോ നമ്മള് ക്യാമറയില് കാണുമ്പോ എങ്ങനെയാണ് ആംഗിളാണെന്ന് അറിയാൻ പറ്റും. ഇത് നോക്കുമ്പോ അങ്ങനെ ആയിപ്പോയിരിക്കുമല്ലോ. നമ്മള് വേണമെന്ന് വെച്ച് ഇങ്ങനെ ഇതാക്കിയതല്ലോ. ഇത് ഇങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ണങ്ങോട്ട് അങ്ങനെ അറിയാതിരിക്കുക, അല്ലാണ്ട് മനഃപൂർവ്വം ഇതാക്കുന്നതല്ല അല്ലേ? അല്ല, എനിക്ക് അതല്ലാതെ ഒരു മോശം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പമ്പ പറഞ്ഞല്ലോ, ഓരോ ഡ്രസ്സിങ് അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഈ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന കുറേ ആക്ടിൽ ഭയങ്കര മോശം കമൻറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിലോട് വിഷമം തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ, അതായത് ചിലപ്പോൾ എൻ്റെ പ്രൊഫഷനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മോശമായി തോന്നാറുണ്ട്. ഇപ്പോൾ ക്രിറ്റിസിസം നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലായാലും ആക്ടേഴ്സ് എന്ത് രീതിയിലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്രിറ്റിസിസം ഇസ് ഗുഡ്. പക്ഷേ ഇത് തെറി വിളിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ തിരിച്ചും തെറി വിളിക്കാറില്ല. ഞാൻ അതിനൊക്കെ ഒരു ഹാർട്ട് ഇമോജി കൊടുത്തു വിടും, അങ്ങ് ഒഴിവാക്കി വിടും. അല്ല, ഓൾറെഡി ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ആക്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ, എന്തായാലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും ഈ ചീത്ത വിളിക്കണേന്ന്. അതിൽ കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അലൻ ജോസിൻ്റെ ഇപ്പോൾ പഴയ പോലെയല്ല, ഇപ്പോൾ വീഡിയോസൊക്കെ തമാശ, പിള്ളേർക്കൊരു എന്താ പറയുക, അവർക്കൊരു നേരം പോക്കിന് വേണ്ടി വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്കും കൂടി അത് ബാധിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ചീത്ത വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇനി കുറച്ച് ഇതേപോലെ ഇനിയിപ്പോൾ നല്ല അങ്ങനെ അല്ലേ, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഹോട്ടായിട്ടുള്ള റീൽസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ സംഭവങ്ങൾ. ഞാൻ ചോദിക്കുന്നതല്ല, നമുക്ക് സമൂഹത്തിൽ ഇപ്പം എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം ഒരാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവൂലേ? പക്ഷെ എല്ലാ കണ്ടന്റും ചെയ്യണ്ട കേട്ടോ, കണ്ടന്റും ചെയ്യണ്ടേ നമുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതാ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് ആളുകൾക്കൊക്കെ നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടണം, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങളും നല്ല കമൻറ്റുകളും തരണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇനി ചെയ്യണം എന്നൊരു പ്ലാനിലേക്ക് നിങ്ങൾ എത്തുമോ? ഉണ്ട്. നമ്മൾക്ക് മറ്റേ വൃദ്ധസദനം സന്ദർശിക്കണം. വൃദ്ധസദനം എന്താണ് പറയുക? വൃദ്ധസദനം ഒന്നുകൂടി വൃദ്ധസദനം ഒന്നുകൂടി വൃദ്ധസദനം പോരട്ടെ, വൃദ്ധസദനം. അവിടെയൊക്കെ പോയി സന്ദർശിക്കണം. പിന്നെ അനാഥാലയം സന്ദർശിക്കണം. അവിടെ പോയിട്ട് വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതല്ല, അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്താൽ നമ്മൾ പുറത്ത് പറയാനും പാടില്ല. അത് ഞാൻ ചോദിക്കുന്നതല്ല, കുറച്ച് അങ്ങനത്തെ കണ്ടന്റുകൾ നമുക്ക് ചെയ്യാൻ പാടില്ലേ എന്ന്. കുറച്ച് സമൂഹത്തിന് ആളുകൾ നമ്മളെ കൊണ്ട്, ഇപ്പം ഞാൻ പറയട്ടെ, നല്ല സാധനങ്ങൾ ചെയ്ത ആൾക്കാർ നല്ലത് പറയും എപ്പോഴും, അതുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അലൻ ജോസ് ഇപ്പോൾ കുറേ നല്ല തീരുമാനങ്ങൾ എടുത്തു. ഇനി കല്യാണ വീട്ടിൽ പോട്ടി ഞാൻ ആ ഒരു കോമളിത്തരത്തിനുള്ളൊരു വകയെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പല ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പല സിനിമകളും എനിക്ക് കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആൾക്കാർ അത് ഏറ്റെടുക്കും. ആൾക്കാർ നല്ലത് പറയും. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നല്ല രസമുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യം കുറേ നെഗറ്റീവായിട്ട് വന്നിട്ട് പോസിറ്റീവായിട്ട് മാറി. നിങ്ങൾ ചെയ്യുന്നത് നെഗറ്റീവ് എന്നല്ലട്ടാ പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും എപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾക്കൊക്കെ നമ്മളോട് ഇഷ്ടം തോന്നുക, ഒരു പ്രൗഡ് തോന്നുക, അങ്ങനത്തെയൊക്കെ നല്ല നമ്മുടെ നാട്ടിലൊരു കലാകാരൻ ഉണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുക. ഇതിപ്പോൾ അലൻ ജോസിന് ഏറ്റവും കൂടുതൽ കുറേ എന്താ പറയുക ചീത്തവിളികളാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പമ്പ ഒരു ആക്ട് ചെയ്യുകയാണെങ്കിലും അതിനിടയിൽ കളിയാക്കൽ ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മാറ്റാമല്ലോ. അപ്പൊ നല്ല രീതിയിൽ നല്ല ആക്ട് മാറിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നുമുള്ള ഒരു മാറ്റമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പമ്പ അഭിനയിക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡോക്ടറായിട്ട് അഭിനയിച്ചപ്പോഴേ പമ്പയുടെ അഭിനയം കൊള്ളാം. പമ്പ ഡോക്ടറായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പമ്പയ്ക്ക് അത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെയ്യുന്ന ഓരോ ആക്റ്റും അത് റിയൽ ആയിട്ട് ഒരു ഡോക്ടർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നിനക്കിപ്പോ കുറ്റം പറയാൻ നീ ഒരു ഡോക്ടറല്ല, പിന്നെ നല്ലൊരു നടനാണെന്ന് വെച്ചാൽ അതിലേക്ക് ആവാൻ വേണ്ടിയിട്ടല്ലേ നീ കഷ്ടപ്പെടണേ. അപ്പൊ ഇനി ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ടാവും. ചിലപ്പോ ഒരാൾ ഇതിപ്പോ ലോകത്ത് ആരും ഒരു നടനായിട്ടൊന്നും ജനിക്കണമെന്നില്ല. പതുക്കെ എല്ലാം ശരിയാക്കി എടുക്കണേ. ശരിയാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ആഗ്രഹമില്ല. അപ്പോൾ അത് മാറി വരും. പണ്ട് സംസാരിക്കുമ്പോഴൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പൊ പല കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങൾ ഭയങ്കര വ്യക്തതയോടുകൂടി സംസാരിക്കാറുണ്ട് ഇല്ലേ? ഇന്ന് രാവിലെ ഇട്ടേക്കുന്ന ആ വീഡിയോ ഇനി കല്യാണ വീടുകളിൽ പോയിട്ട് ഞാൻ ഈ കോമാളിത്തരം കാണിക്കില്ല, ഭയങ്കര വ്യക്തതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതൊക്കെ നിന്റെ പ്രൊഫഷനിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഉപയോഗിക്കണം അല്ലേ? ഉപയോഗിക്കണം. ഏറ്റവും വലിയൊരു കാര്യം,
നിങ്ങൾക്ക് റീച്ച് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും കാണാൻ ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നത് പലർക്കും റീച്ചില്ല, പലർക്കും ഇല്ലാത്തൊരു സംഭവം. ഇപ്പോൾ ധർമ്മേട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. നീ 10 പടം ചെയ്ത് സ്റ്റാർ ആയവനല്ല, അല്ലാണ്ട് നീ സ്റ്റാറാണ്. അപ്പോൾ അത് നിന്റെ ഉള്ളിലൊരു എന്തോ ഒരു സാധനമുണ്ട്, എന്തോ ആൾക്കാരത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നല്ലതാക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചേട്ടൻ ഒരു പോയിന്റ് ഞാൻ പറയാം. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നീ ധൈര്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ പ്രേക്ഷകരോട് കേൾക്കേണ്ടി ഞാൻ പറയണം. ആരോട്? പ്രേക്ഷകരെ. പ്രേക്ഷകരോട്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് പൊങ്ങത്തരമൊന്നുമല്ല, പൊങ്ങച്ചം പറയില്ല, സ്വയം പൊങ്ങി പറയണതല്ല, അല്ല സ്വയം പൊക്കി പറയണതല്ല, പൊക്കി പറയണതല്ല, ആൾക്കാരുടെ കമന്റ് ബോക്സിലുള്ള സംഭവം ഞാൻ പറയണത്. ഓക്കെ. അപ്പോൾ ഈ അടുത്ത് ഞാൻ മരണത്തിന് ഞാൻ പോയിരുന്നു, അറിഞ്ഞിരുന്നു? ഞാൻ അറിഞ്ഞായിരുന്നു. അവിടെ പോയിട്ട് നീ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ മരണ വീടല്ലല്ലോ, ഒരു ആക്ടർ മരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 പേരെ കണ്ടു മെയിനായിട്ട്. വലിയ ആൾക്കാരുടെ ടൈമിൽ ഞാൻ എത്തിയില്ല, പെട്ടെന്ന് പോന്നു. പക്ഷേ വിനീത് ശ്രീനിവാസൻ ചേട്ടനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പുള്ളിയുടെ സിനിമകൾ ഓർമ്മ വന്നു. അതെങ്ങനെയാടാ ഇത്രയും വലിയൊരു കലാകാരനോടെ മരിച്ചു കിടക്കുമ്പോൾ? പെട്ടെന്ന് എൻ്റെ എൻ്റെ ആ ഒരു ജസ്റ്റ് ചിരി അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിയൊന്നും അല്ല. പുള്ളി ചെയ്ത കഥാപാത്രങ്ങൾ ഓർമ്മ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നീ പറയുന്നത് വലിയൊരു തെറ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് വലിയൊരു തെറ്റാണ് നിനക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ചിരിച്ചത് ആൾക്കാർക്കുള്ളിൽ തെറ്റായിരിക്കാം. ആൾക്കാരെ മാറ്റി വെക്ക്, നിനക്ക് സ്വയം തോന്നുന്നുണ്ടോ തെറ്റാണ്? ആ ഒരു ബോധ്യം നിനക്കുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, ഇനി പറഞ്ഞു ബാക്കി. അപ്പോൾ അതിൽ വന്നൊരു കമൻസ് ഉണ്ട്. അപ്പോൾ വലിയ വലിയ സൂപ്പർ താരങ്ങൾ വന്നു അവിടെ. എൻ്റെ വീഡിയോക്കാണ് ഒരുപാട് വീഡിയോ മില്യൺസ് കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു കമൻറ്റ് വന്നതാണ്, മമ്മൂട്ടിയും മോഹൻലാലും വന്നു, ആരും വന്ന് ശ്രദ്ധിച്ചില്ല, അലിൻ ജോസ് പെരേര പോയതാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എടാ ഇതിന് ഞാൻ എന്താ പറയണ്ടേ? എടാ മമ്മൂട്ടി മോഹൻലാൽ അവിടെ ചിരിച്ചു കാണിച്ചിട്ടില്ല, അവിടെ വന്നു. നിന്റെ നല്ല കാര്യമല്ലല്ലോ അവിടെ ആൾക്കാർ ചർച്ച ചെയ്തത്, നിന്റെ ചിരിച്ച കാര്യമല്ലേ? ആണോ? അപ്പൊ സംഭവിച്ച അവിടെ ഇതായത്. അപ്പൊ ഇവിടെ ചിലപ്പോ ഒരു സൈക്കോളജിക്കലായിട്ട് കാര്യം ഞാൻ പറയാം, ചില ആൾക്കാരുടെ റെസ്പോൺസ്, ഇമോഷണൽ റെസ്പോൺസ് പല കാര്യങ്ങളിലും വ്യത്യാസമാവാറുണ്ട്. അവർ ചിരിക്കാനോ തമാശയായിട്ടായിരിക്കില്ല ഉദ്ദേശിക്കുന്നുണ്ടാവുക, പക്ഷെ ചിരിയായിരിക്കും പുറത്ത് വന്നിട്ടുണ്ടാവുക. അത് സംഭവിക്കാറുണ്ട് അങ്ങനെ. അതെ, അത് ചിലപ്പോ ഇവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്തോണ്ടായിരിക്കും. മനഃപൂർവ്വം നീ അവിടെ ചിരിച്ചു കാണിച്ചായിരിക്കും നിന്റെ ഉള്ളിലെ ഒരു ബോധ്യം. ഹാപ്പിനെസ് അല്ലാത്ത സംഭവങ്ങളൊന്നും പറഞ്ഞൊരു റീസൺ കണ്ടോ? അവിടെ അത് മരിച്ച കലാകാരന്റെ മകനെ കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ ഓർമ്മ ഒന്ന് ചിരിച്ചതാണ്. അതൊരിക്കലും നീ പറയരുത്, അത് നിന്റെ ഭാഗത്ത് തന്നെ ഇതാണ് തെറ്റ്. നീ ചിരിച്ചതും പോട്ടെ, നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ പെട്ടെന്നൊരു ഇപ്പൊ ഈ പമ്പ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ അങ്ങനെ ആയി പോയതായിരിക്കാം. പക്ഷെ നീ ഇപ്പോഴും നീ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് അത് എന്താ പറയാ, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളാണ്. ഒന്നും ഒരിക്കലും പറയരുത് കേട്ടോ, അത് തെറ്റാണത്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇത് എനിക്ക് അല്ലൻ പല കാര്യങ്ങളും പറയുന്നത് ഇതാണ്, എന്താണ് പിന്നെ സംഭവിക്കുന്നത് ചിന്തിക്കില്ല. അങ്ങനല്ലേ എടുത്തിയാടി പറയുന്നതാണ് ഓരോ കാര്യങ്ങൾ. അതൊക്കെ അത് വരുന്നത് അതാ. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, മമ്മൂട്ടിയും മോഹൻലാലും വന്നിട്ട് അത് ചർച്ച ചെയ്യില്ല, അലൻ ജോസും ഒന്നും ചർച്ച ചെയ്യില്ല. ഒരു കലാകാരൻ ഞാൻ പറഞ്ഞത് ആദ്യം പറയാ എന്നെ സ്വയം പൊക്കി പറയണേ നിങ്ങളൊന്നും വിചാരിക്കില്ല. പോയിന്റിലേക്ക് വരാം. മരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ള ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് ഉണ്ടല്ലോ, അവരുടെ ഇന്റർവ്യൂസ് ചില ഇന്റർവ്യൂസ് കേറാറുള്ളൂ പേഴ്സണലി, മില്യൺസ്. ഇപ്പൊ ഞാനിപ്പോ എന്ത് പൊട്ടത്തരമല്ല, എന്ത് കണ്ടന്റ് ഇട്ടാൽ ചിലപ്പോൾ മില്യൺ വരും. നീ ചെയ്ത കണ്ടന്റുകളിൽ പൊട്ടത്തരത്തിനാണോ റീച്ച് കൂടുന്നത്, നോർമലിനാണോ? പൊട്ടത്തരത്തിന് എന്ന് പറഞ്ഞാൽ നമ്മള് ഇനി പറഞ്ഞു നമ്മളിപ്പോൾ റീക്രിയേഷൻ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കാം, അത് അത്രയും പ്രേക്ഷകർ എന്താ പറയുക റിയാക്ഷൻ ചെയ്യണതും ഷെയർ ആവപ്പെടുന്നതും. മനസ്സിലായോ? ഇപ്പോൾ റൺവേ തന്നെ 7 മില്യനാണ്. എൻ്റെ ഡയലോഗുകൾ മറ്റു കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് കുറേ പാളിച്ചകളുണ്ട് റൺവേ റീക്രിയേഷൻ ചെയ്തപ്പോൾ. ഓക്കെ, പോട്ടെ, പാളിച്ചകളൊക്കെ പോട്ടെ. അതെല്ലാം മാറ്റി വെക്കും. നമുക്ക് എന്താ പറയുക, ആ മരണവും ഇതെല്ലാം അങ്ങ് മാറ്റി വെക്കാം. വെറുതെ അനാവശ്യമായിട്ട് ചർച്ചയിലേക്കൊന്നും പോകണ്ട.
ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇനി ചെയ്യുമ്പോൾ നല്ല വീഡിയോസ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കും. ഇനി ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ആ ഒരു ലൈവ് തന്നെ ഞാൻ പോയത്. ആ ഒരു വിഷമം അപ്പം തന്നെ പറയാം. അല്ലെങ്കിൽ ഇപ്പം ഈ ഇൻ്റർവ്യൂവിൽ വന്ന് എനിക്ക് പറയാം. പക്ഷെ അതല്ലല്ലോ, നമുക്കൊരു പേഴ്സണാലിറ്റി കാര്യം നമ്മളായിട്ടുള്ള പേജിൽ പറഞ്ഞാൽ പോലും മതി. തീർച്ചയായിട്ടും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അത് എന്താണ് ഉദ്ദേശിക്കുന്നതല്ല, പാട്ട് പാടി അഭിനയിക്കുന്ന ഒരു സീനുകൾ കുറേ ചെയ്യുന്നുണ്ട്, പല നായികമാരായിട്ടും ചെയ്യുന്നുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ വിമർശനം. ബാക്കി എല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ആക്റ്റാണ്. എല്ലാം പാട്ട് പാടി അഭിനയിക്കുന്നത്. ഇപ്പോൾ ഓരോ നായികമാരുടെ അത് അലൻ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അലൻ്റെ കൂടെയുള്ള പലരും ഇതുപോലെ ഇങ്ങനെ ഒപ്പം നിൽക്കുന്ന നായികമാരായിട്ട് അത് കുറച്ച് ഓവർ അല്ലേന്ന് പലരും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പേരൊന്നും പറയണ്ട നമ്മളാരുടെ. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാട്ട് പാടി ആവശ്യമില്ലാതെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് പലപ്പോഴും റീച്ചിനായിട്ട് കുറച്ച് എക്സ്ട്രാ കൈ നിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഈ കമന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വിഷമം വരേണ്ട കാര്യം നമുക്കില്ലല്ലോ. നമ്മൾ പിന്നെ ഓവറായിട്ടൊന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പൊ പുള്ളിയുടെ പേര് പറയണ്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പേര് പറയണ്ട. ഓക്കെ, നമ്മുടെ കൂടെയുള്ള ആളുകൾ. പുള്ളി ഒരു വീഡിയോയിൽ ലിപ് ലോക്ക് ചെയ്തൊക്കെ അഭിനയിച്ചല്ലോ. അഭിനയിച്ചെന്ന് അറിയില്ല, ആ ഒരു പ്രകടനം കാണിച്ചു. പക്ഷെ അതിന് ഒരുപാട് വിമർശനം വന്നു. പക്ഷെ പുള്ളിയുടെ അത് ആ ടൈമിൽ 8 മില്യനാണ് കയറിയത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നേരത്തെ പമ്പ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. രണ്ട് സൈഡിലും ശരിയാവണം. കുറെ ആൾക്കാർ ഇതിന് റീച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രവണത എന്ന് പറഞ്ഞത് കറക്റ്റാണ്. കാരണം വേണ്ടാത്ത കാര്യങ്ങൾക്ക് 8 മില്യൺ, മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന വീഡിയോകൾക്ക് 8 മില്യൺ പോയിട്ട് 1 ലക്ഷം വരെ ആൾക്കാർ കാണുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രവണത ആ പുള്ളിക്കാർക്ക് ആൾക്കാർക്ക് വരുന്നത്. പുള്ളിനെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ലിപ് ലോക്ക് ചെയ്തിട്ട് വൈറലാകുന്ന ആൾക്കാരുണ്ട്. നമുക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, നമുക്കത് വേണ്ടെന്ന് വെച്ചിട്ടാ പലപ്പോഴും. അല്ല, നമ്മള് ലിപ് ലോക്കിന് അഗൻസ്റ്റോ അങ്ങനെയൊന്നും അല്ല. ഒരു സിറ്റുവേഷൻ, ഇപ്പൊ മൂവിയിൽ അതിന്റെ സീനിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ട്. അനാവശ്യമായിട്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അപ്പോഴാണല്ലോ ആൾക്കാർ കുറ്റം പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമുക്കൊരു വേറൊരു കുഞ്ഞു ടാസ്ക് കൂടി ഇരിപ്പുണ്ട്. അതിലേക്ക് പോയാലേ നമ്മൾ കുറച്ചെടുത്തു. അപ്പൊ നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു മഗ് നമ്മുടെ അടുത്തിരിപ്പുണ്ട്. അടി കിട്ടുമോ? ഇല്ല, ഇതിൽ അടിയില്ല. ഇത് നമുക്ക് ഫുൾ ഫണ്ണായിട്ട് പോവാം. ഓക്കെ, പമ്പ ആരാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? അല്ല, എടുത്തോ. എന്താ എഴുതിയേക്കണേ? വായിച്ചോ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരമുണ്ട്? എന്താണ്, എത്ര എണ്ണമുണ്ട്? 36. ഉറപ്പാണോ? പമ്പ കറക്റ്റ് ആണോ? ഒരു പോരട്ടെ, ഒരെണ്ണം പോരട്ടെ. 42. ഒരു ചാൻസും കൂടി തരാം. പമ്പ പറഞ്ഞു കൊടുക്ക്. 56 തോന്നുന്നു. മലയാളത്തിൽ ഇച്ചിരി മോശം. ഇംഗ്ലീഷ് അക്ഷരമാല മലയാളമാണോ? എറിയട്ടെ ഞാൻ. ഇംഗ്ലീഷ് അക്ഷരമാലയില് ഇംഗ്ലീഷ് ആണോ പറഞ്ഞത്? 26. മലയാളം. ഓക്കെ, അടുത്തെടുത്തോ. പമ്പ എടുത്തോ. അയ്യോ, എന്താ? തച്ചൻ ചത്ത. ടങ് ട്വിസ്റ്റർ ആണ്. ഞാൻ പറയിപ്പിക്കാം. ടങ് ട്വിസ്റ്റർ ആണ്. പറഞ്ഞോ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് പോരട്ടെ. ഒരു 3 പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞേ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ഇനി കാണാതോടാ. ഓക്കെ, അതിനടിയിൽ ഒരെണ്ണം കൂടി ഉണ്ടോ? ഇല്ല. ഓക്കെ, മാറ്റി വെച്ചേക്ക്. അല്ല പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് കൊടുത്തേ. കാണിച്ചു തരാം. തച്ചൻ ചത്ത തച്ചി ഒരു തടിച്ചി. ചച്ചിയോ? ആരത്? ഒന്നുകൂടി പറഞ്ഞേ. തച്ചൻ ചത്ത നാക്ക് പിണഞ്ഞ് അഴിച്ചു നോക്ക്. ഒന്നുകൂടി. തച്ചൻ ചത്ത തച്ച. പോരട്ടെ, എന്താ അവിടെ നിന്നോടെ നോക്കി വായിച്ചാ മതി. തച്ചൻ ഒറ്റ പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്ക്. പതുക്കെ വായിക്കും, പതുക്കെ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി ഒരു തടിച്ചി തച്ചി. പറഞ്ഞു കൊടുത്തേ. അതേപോലെ പറയിപ്പിച്ചേ. നീ ചെവിക്ക് പിടിച്ച് പിരിച്ചോട്ടാ പറഞ്ഞില്ലെങ്കിൽ. തച്ചൻ തച്ചൻ
ചത്ത ചത്ത തച്ചത്തി 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 ആ ഒരു തടിച്ചി തച്ചത്തി തച്ചത്തി തച്ചത്തി. നിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ അറിയാറ് ഞാൻ തന്നെ. ഓക്കെ, അടുത്തെടുത്തോ. ഉരുളിയിലെ മുരളി വീണ്ടും ടൈം ട്വിസ്റ്റർ ആണ്. കരളി പിടിച്ചു. കയറി പിടിച്ചെന്നാ? ഉരുളിയിലെ മുരളി കരളി പിടിച്ചു. കളരി. എടാ എഴുതിയൊക്കെ വായിച്ചാൽ മതി. ഓക്കെ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. തെറ്റി ഒന്നുകൂടി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒന്ന്. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഇനി കാണാതെ പറഞ്ഞേ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. മിടുക്കൻ. പമ്പ പറഞ്ഞു നോക്കുന്നത് ഇല്ല. ഓക്കെ, അതടുത്തെടുത്തോ. പമ്പ എടുത്തോ. മഴ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന 6 പാട്ട്. അതിൽ 2 പാടിയാൽ മതി. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ. മഴ പോയ പോക്ക് കേട്ടാ. ഓക്കെ, അടുത്ത മഴ കൊണ്ട് പാടുന്ന അലനാണ്. അല പാടിക്കോ. മഴ കൊണ്ട് പാടുന്ന 6 പാട്ടില് ഒരെണ്ണം പാടി. വേണം. കിട്ടില്ല. ഏതെങ്കിലും നോക്കിയോ. പമ്പ അടുത്ത് ആലോചിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം പഠിക്കും. എടാ മിടുക്ക. 2. അടുത്തത്. ഞാൻ ഓർത്തു വെച്ചേ പറഞ്ഞു. ആ പാട്ട് കേട്ടപ്പോ ഓർത്തു വെച്ച് മറന്നു. ഓക്കെ, വേഗം പറ. ടൈം കഴിഞ്ഞു കഴിഞ്ഞാ. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ. ഓക്കെ, നീ പാട്ടുണ്ടോ? എന്തോരം പാട്ടുണ്ട്. ഇപ്പൊ മറന്നു പോകുന്നത്. വേഗം പഠിക്കോ. പാടരുത്, അപ്പൊ മറന്നു. മഴ വെച്ച് എന്തോരം പാട്ടുണ്ട്. തോറ്റ്. ഓക്കെ, എന്നാ പപ്പ ആലോചിച്ച് നിങ്ങൾ പഠിക്കേ. മഴയേ തൂമഴയേ കുളിരേ. ഓക്കെ, സെറ്റ്. അതിന് പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ടോ എവിടെയെങ്കിലും? തീർച്ചയായിട്ടും സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമ പാടുന്ന ആഗ്രഹമുണ്ടോ? എങ്ങനത്തെ പാട്ടാണ്? അടിച്ചൊളി പാട്ടാണോ? ഈ മറ്റേ ഞാൻ പറഞ്ഞ പിന്നെ പുകച്ചോന്ന് പറയും ആൾക്കാർ. ഈ വേടനെ പോലെയൊക്കെ റാപ്പ് പാടണമെന്ന്. നീ വേടന്റെ റാപ്പൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്, പക്ഷെ അതുപോലെ ട്രൈ ചെയ്യിപ്പിച്ചാൽ കൊള്ളാന്നുണ്ട്. എങ്ങനെ എപ്പോഴെങ്കിലും പാടി നോക്കിയിട്ടുണ്ടോ റാപ്പ്? ഇല്ല, എന്നാലും ആ ഒരു ശൈലിയിൽ പാടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് മനസ്സുകൊണ്ട്. ആണോ? ട്രൈ ചെയ്യിപ്പിക്കാനായിട്ടെ ഒരു പരീക്ഷണം ചെയ്തിട്ട് സിനിമയിൽ ഉപയോഗിക്കാം. എക്സാമ്പിളാണ്. ആർക്കെങ്കിലും താല്പര്യം വിളിക്കാം. നമുക്കേ മറ്റേ പാട്ടില്ലേ, കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, ആ പാട്ടില്ലേ, അതൊന്ന് പാടി. ആ റാപ്പ് ഒന്ന് പാടി. അങ്ങനെ പുള്ളിയെ പാട്ട് പഠിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടില്ല അതിനകത്ത്. അന്ന് മറ്റേ വിയർപ്പ് തുന്നിയിട്ട് കുപ്പായം. ഞാൻ വിനീത് ശ്രീനിവാസന്റെ പാട്ടാണ്, വിനീതേട്ടൻ്റെ പാട്ട്. അതാകുമ്പോൾ എനിക്കറിയാം. ഏത് പാട്ട് വേണം വിനീതേട്ടൻ? ഏത് വേണം പഠിക്കും. വിനീതേട്ടൻ്റെ പാട്ടൊക്കെ ഇഷ്ടമാണോ? വിനീതേട്ടൻ്റെ പാട്ടൊക്കെ ഇഷ്ടമാണോ? എല്ലാം ഇഷ്ടമല്ല, എന്നാലും ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം. ഓക്കെ. ഇപ്പൊ പുള്ളിയുടെ ഒരു പാട്ട് സലീമേട്ടന്റെ ഒരു ഫ്യൂഷനിൽ പുള്ളി പാടിയ പാട്ട്. എന്റെ ശൈലി പുള്ളിയുടെ അത്രയും അല്ലെങ്കിലും ട്രൈ ചെയ്യാം. ഒരു 4 വരി കേട്ടോ. പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അയകോളം പെൺമയിലേ ചിരിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുന്നവരുടെ സുന്ദര നീമയിലെ. ലാസ്റ്റ് മയിൽ വിളിച്ചപ്പോ ഞാൻ ഞെട്ടിയതാ. ഇവനെന്താ പറയാൻ പോണെന്നായി പോയി. ഇതായിരിക്കും അടുത്ത ട്രെൻഡ്. കൊള്ളാം. ആ നരല്ല പാട്ട് നോടോ. 2 വരി. ഓക്കെ. 2 4 എത്ര എണ്ണം പഠിക്കും? ഓമൽ കൺമണി ഒഴുകിവാ നായകനായിവാ നിന്നിനോ. ഓഹോ ഞാനൊരു നരൻ, ഓഹോ ഞാനൊരു നരൻ, ഒരു ജന്മം തേടിയ നരൻ, ഓ നരൻ ഞാനൊരു നരൻ.
സൂപ്പറായിട്ട്. മതിയല്ലേ? നീ ഇതല്ലേ സിനിമ പാടാൻ പോണേ? സിനിമയെ പാടുമ്പോ നീ ടൈപ്പ് അല്ലേ? പമ്പ അവിടെ തരിച്ചിരുന്നു പോയി നരന്റെ വീട്. അല്ല ഓമൽ കൺമണി ഉണ്ട്, പിന്നെ എന്തൊക്കെയാ നീ അവിടെ കൂട്ടി വരികൾ എനിക്ക് അറിയാം, അക്ഷരങ്ങൾ കൂട്ടിടിച്ച് മുങ്ങിയോടെ. പഠിച്ചിട്ടില്ല ഓൾറെഡി. ഞാൻ പറയില്ല മ്യൂസിക് എനിക്ക് പഠിച്ചിട്ടില്ല, എന്നാലും ട്രൈ ആണ്, ആഗ്രഹമുണ്ട്. അടുത്ത എടുത്തോ. ഞാനല്ലായിരുന്നോ? എടുത്തോ. ഇത് വലിയ തുറന്നു കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇങ്ങെടുത്തോ. അടുത്തിരിക്കുന്ന ആളുടെ മണ്ടത്തരം എന്തെങ്കിലും ഒരെണ്ണം പറയുക. പോരട്ടെ. എന്താണ് പമ്പ ചെയ്തേക്കുന്ന മണ്ടത്തരം എന്താണ്? ഓക്കെ, നമ്മൾ ഈ എന്തെങ്കിലും ഷൂട്ടിന്റെ ഇടയിലൊക്കെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അബദ്ധങ്ങളേ ഉള്ളൂ. ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പബ്ബിൽ പോയിട്ട് അലൻ റെഡ് ബുള്ള് കുടിച്ചു. റെഡ് ബുള്ള് കുടിച്ചിട്ട് അത് ആൽക്കഹോളാന്നാണ് പുള്ളിയുടെ വിചാരം. ഭയങ്കര ഫിറ്റ് ആയി പോയെന്നാ പറയുന്നത്. ശരിക്കും ഫിറ്റായോ? അഭിനയിച്ചതായിരിക്കും അല്ലേ? വിങ്സ് വന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, നീ മദ്യപാനത്തിനെതിരാണോ? എതിരല്ല, കുടിക്കാറില്ല. എതിരല്ല, പക്ഷെ കുടിക്കാറില്ല. ഒരിക്കൽ പറഞ്ഞു മയക്കുമരുന്നിനെതിരെ പ്ലക്കാർഡ് കൊണ്ട് റോട്ടിലിറങ്ങുന്ന പറഞ്ഞു. എന്നിട്ട് എന്താ ഇറങ്ങാൻ? ഞാൻ സമയം കിട്ടിയില്ല. അത് മേടിച്ച ആൾക്കാരുടെ തിരിച്ചോറ് കിട്ടുന്ന മേടിച്ചിട്ടാണോ? എന്തായാലും കുഴപ്പമില്ല. ലാസ്റ്റത്തെ ടാസ്കുകൾ തീരാൻ പോണു. ഇഷ്ടപ്പെട്ട നടന്റെ 10 സിനിമകൾ. ഇഷ്ടപ്പെട്ട നടന്റെ 10 സിനിമകൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ദിലീപേട്ടനല്ലേ? അതെ. പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ദിലീപേട്ടനല്ലേ? ദിലീപേട്ടന്റെ 10 സിനിമകൾ പറഞ്ഞേ. ബബ്ബ, രാമലീല, പിന്നെ പഞ്ചാബി ഹൗസ്, പിന്നെ റൺവേ, 2020, പാപ്പിയപ്പച്ച, സിയടി മൂസ, മീശ മാധവൻ, സല്ലാപം, ഈ പുഴയും കടന്നു. എടാ മിടുക, അതെനിക്ക് ഇഷ്ടമായി. കലക്കെടാ, അടിപൊളി. എന്തായാലും നമുക്ക് അടുത്ത ടാസ്കിലേക്ക്. എന്തായാലും ഈ ടാസ്ക് അലന് കിട്ടിയാണ്. അലന് അടിപൊളിയായിട്ട് പറഞ്ഞു. തീരാറായില്ലേ? ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ? 2 ഓക്കെ. അത് 2 കയ്യിലെടുത്തോ. നിനക്കെന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഒരു ഹൃദയമിടിപ്പിന്റെ ദൂരത്തിനപ്പുറം അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാവും. സിനിമ ഡയലോഗ്. അതൊരു ഭയങ്കര ഒരു ഇമോഷണൽ പറഞ്ഞു. അലന് പ്രേമം തോന്നണം, അതേ രീതിയിൽ പറഞ്ഞു. അല മുടിയൊക്കെ സെറ്റാക്കി. എന്നാ പ്രേമം തോന്നിക്കളയാ. അലൻ, നിനക്കെന്നെ കാണണം എന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഒരു ഹൃദയമിടിപ്പിന്റെ ദൂരത്തിലപ്പുറം അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാവും. ഞാൻ ഇത് എടുത്തു വെച്ചിട്ടാ ബാംഗ്ലൂർ രൂപ എടുക്കും ഓർപ്പ്. അതല്ല, ആ റിയാക്ഷൻ കേട്ടാ. എന്റെ അമ്മ, എന്താടാ കാലൊക്കെ ഉറക്കണ്ടായിരുന്നല്ലോ. ആയിക്കോട്ടെ. അലനെ ഞാൻ ഒരു ടാസ്ക് കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരു സിനിമ ഡയലോഗ് പറയാമോ? ഏതെങ്കിലും ഒരു സിനിമ ഡയലോഗ്. ലാലേട്ടൻ്റെ പറയാം. ദിലീപേട്ടൻ തന്നെ പറയാം. എന്നാ ദിലീപേട്ടൻ തന്നെ ഡയലോഗ്. ഓക്കെ, നല്ല സ്ട്രോങ് ആണ്. കുറച്ച് വലിയ ഡയലോഗ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾ ഈ ചുമരിലെല്ലാം കാണുന്നത് ഇനി കേൾക്കാൻ പോകുന്നതും എൻ്റെ ശബ്ദങ്ങളായിരിക്കാം. ഇത് പോരാ, ഒരു നല്ല ഡയലോഗ് പറ. ഏതെങ്കിലും നല്ല ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് പറ. ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് പറയോ? ലാലേട്ടൻ്റെ നരസിംഹത്തിലെ പറ. പമ്പയെ നോക്കി പറയാമോ? ആരാമോളേത്? കാവിലെ ഭഗവതി, അതറിയാമോ? ഇത് ചുറ്റമ്പലോ? അതെനിക്കറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡയലോഗ് അറിയാം. ആരാന്ന് ചെവി കേക്കില്ലേ? ഞാനോ? ഞാനൊരു വഴിപോക്കൻ. ഇത് വഴിപോക്കനുള്ള സ്ഥലമല്ല, ഇത് ചുറ്റമ്പലാ. ഞാൻ ചോദിക്കാൻ നമ്മളാണോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തോ? അതെ. അല്ലെന്ന് പറയാൻ മാഷക്ക് ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ, കോലോത്തെ തമ്പ്രാട്ടിയാടോ? അയിന് കിടക്കുന്ന കേശധാര, വട്ടപ്പൊട്ട്, ഉണ്ടക്കണ്ണ്. ഇങ്ങനെയൊക്കെ പറയണെങ്കിലേ കാണുന്നൊരു പൊട്ടന്മാരായിരിക്കണം. ഓക്കെ, എന്റെ പൊന്നെ, ഇത് കാണുന്നവരുടെ അവസ്ഥ എന്തായാലും അടിപൊളിയായിട്ട്. ആ ലാസ്റ്റ് കാണിച്ച എക്സ്പ്രഷൻ കാണിച്ചതുകൂടി ഇതെന്തായാലും ഞാൻ തന്നെ കണ്ടുപിടിച്ച പുതിയ എക്സ്പ്രഷൻ. അത് വരുന്നുണ്ട്.
എടാ അഭിനയത്തിന്റെ ഇതൊക്കെ എവിടെന്നാ പഠിച്ചത്? ഏതാ അഭിനയം പഠിച്ചത് എവിടെന്നാ? ചോദിക്കാടാ. ചോദിക്കലുണ്ട്. ഓക്കെ, ഈ അഭിനയിക്കാനുള്ള ആഗ്രഹം വന്നത് എവിടെന്നാ? ലാലേട്ടന്റെ അഭിനയം കണ്ട പിന്നെ പഠിച്ച ലാലേട്ടന്റെ പെരിച്ചായ ലൊക്കേഷനിൽ നിന്ന്. പെരിച്ചായ ലൊക്കേഷനിൽ നിന്നാ? അവിടെ നിന്ന് എന്താ പഠിച്ചേ? ലാലേട്ടന്റെ അഭിനയം കണ്ട് അതുപോലെ ആക്ടർ ആണെന്നൊരു തോന്നുന്ന അന്നാണ്. ലാലേട്ടന്റെ പെരിച്ചായ ലൊക്കേഷനിൽ നിന്നാണ് അഭിനയിക്കണം, ഒരു ആക്ടർ ആവണമെന്ന് തോന്നിയത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ നേരെ പോയിട്ട് അഭിനയിച്ചത് എവിടെയാണ്? ആ പടത്തിൽ തന്നെ അഭിനയിച്ചിട്ട് സീൻ വന്നില്ല, വിഷമമായി. കാല് മാത്രമേ കാണിച്ചുള്ളൂ. കാലുകൾ വരെ അഭിനയിച്ചു തുടങ്ങുന്ന അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് പിന്നെ അരക്ക് താഴത്തേക്ക് സപ്പോർട്ട് ചെയ്ത് രചന ചേച്ചിയാ. ആണോ? രചന നാനൻകുട്ടി. ഓ അടിപൊളി. പുള്ളിക്കാരത്തിന്റെ പടത്തിൽ കാണിച്ചു ആ കഴിവ് അഭിനയിച്ചിട്ട്. ഓ എല്ലാവർക്കും ഇഷ്ടമായി? അല്ല, എല്ലാവർക്കും നവരസങ്ങൾ എന്തൊക്കെയാന്ന് അറിയാമോ? കരുണം, ദേഷ്യം, സങ്കടം. ഓക്കെ, അത് ഓരോന്ന് കാണിക്കാമോ? പമ്പ നോക്കിക്കോടാ. ഇതെന്താ? കരുണം. എടാ ഞാൻ വെച്ച് ഇവനെന്താ മുകളിലോട്ട് നോക്കണേ. ഓക്കെ, തുടങ്ങിയതായിരുന്നാ? ഓക്കെ, ഒന്നുകൂടി. കരുണം. അടുത്തത് ദേഷ്യം, സങ്കടം, ചിരി. ചിരിയാ? ഹാസ്യം. ഹാസ്യം, ഭയാനകം, ഭീമത്സം. ഇനി ഞാൻ തന്നെ കണ്ടുപിടിച്ച 3 രസങ്ങൾ കാണിച്ചേ. 1 2 3. എടാ ഇതിലിപ്പോ അഭിനയിച്ചതിന്റെ പുരികോണ്, ബാക്കി ഒന്നും അനങ്ങിയിട്ടില്ലടാ സത്യം. പമ്പ ഭീമത്സം കാണിച്ചേ. ഇച്ചിരി കഷ്ടപ്പാടാണ്. വേറെ രസം ഒന്നും പറഞ്ഞു കിട്ടിയില്ല. നർമ്മം, ഹാസ്യം, രൗദ്രം. ഓക്കെ, അല്ല പമ്പയിൽ കണ്ടേക്കുന്ന അഭിനയത്തിൽ കണ്ടേക്കുന്ന ഏറ്റവും നല്ല രസം ഏതായിട്ട് തോന്നിയേക്കണേ? ദേഷ്യം. ദേഷ്യമാണോ? ഈ ആക്ടിങ്ങിലല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കിട്ടിയിട്ടുണ്ടോ? ശൃംഗാരം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു. ശൃംഗാരം കാണിച്ചേ. ആ ശൃംഗാരം പോയതാണ്ടാ ഒന്ന് കാണിച്ചേ. ആ കണ്ണ് കൊറേ നേരം ഇട്ട് വെട്ടിയായിരുന്നില്ല. ശൃംഗാരം കാണിച്ചേ. ഞാൻ വിചാരിച്ചോട് ഫോട്ടോ എടുക്കാൻ പറയണേന്ന് പോസ് ചെയ്തിട്ട്. ഓക്കെടാ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും കലക്കി കളഞ്ഞു. രണ്ടുപേരും അവരവരുടെ കഴിവുകൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അല്ലനോട് പേഴ്സണൽ ഒരു കാര്യം, എന്താണ് കല്യാണത്തിന്റെ അപ്ഡേഷൻ? എന്താണ് ഒറിജിനൽ കല്യാണം? അല്ലടാ, തമാശക്ക് ഇതിനൊക്കെ ഒരെണ്ണം തമാശക്ക് കെട്ടിയത് പോരെ എനിക്ക്. അതിന്റെ വിവാദം മാറി തന്നെയല്ലേ ഉള്ളൂ. എന്താണ് കല്യാണത്തിന്റെ അപ്ഡേഷൻ? എന്താണ് വീട്ടിൽ കല്യാണാലോചന ഒക്കെ അവിടെ ഉണ്ട്? അത് എന്തായാലും അമ്മൂമ്മയുടെ ആണ്ട് നോക്കുള്ളൂ. അടുത്ത വർഷം വരെ ആ ഒരു വർഷം തികയണം. അത് കഴിഞ്ഞിട്ട് നല്ല നോക്കും. ഓക്കെ, ആലോചനകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ? നോക്കാറുണ്ട്. ഈ ഒരു ഇതുള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് മാറ്റങ്ങളുള്ളതുകൊണ്ട് അത് പ്രാക്ടിക്കലാകും, എല്ലാം സെറ്റാവും. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, പണ്ടാണെങ്കിൽ ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കാൻ പേടിക്കും എന്നോട്, അല്ലേ? എന്തിനാ പേടിക്കണം? പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലായാലും പലപ്പോഴും ഒരു ഭയക്കുന്നൊരു പ്രവണതയാണ്. എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന റിപ്ലൈ പലരും. അത്ര ഭീകരനാണോ? അല്ല, പലർക്കും ഒരു പേടിയുണ്ട്. എന്തിന്? ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അപ്പൊ നമ്മളിപ്പോ ഡെയിലി കണ്ടന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ വോയിസും ലീക്ക് ആവുന്ന ഒരു പേടി. ആ ഒരു അങ്ങനെ അപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും അല്ലേ പമ്പ? ഇതിപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് ശരിയാക്കി മുമ്പോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അടിപൊളിയായിട്ട് മുമ്പോട്ടൊക്കെ പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷം നിങ്ങളുടേതായി മാറട്ടെ. എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് നിങ്ങളുടെ ശക്തി പരീക്ഷണം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ ടാസ്ക് ഞങ്ങളോട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ റൂളൊക്കെ മനസ്സിലായല്ലോ ഗെയിമിൻ്റെ? റെഡി? 1 2 3 സ്റ്റാർട്ട്. അമ്മേ ഒന്ന് എണ്ണിക്കോട്ടാ. അടിപൊളി. പൊട്ടട്ടെ പൊട്ടട്ടെ. 2. ഇനി ഓപ്പോസിറ്റ് ഇത് കാലുള്ള പൊടിച്ചോ. എടാ മാറോ, രക്ഷ
എടാ മാറാ. ഇത് കയ്യിലും പൊട്ടിക്ക, അത് കാലിലെങ്കിലും പൊട്ടിക്കടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. ഇതുവരെ എടാ പൊട്ടിക്കട, ഒരെണ്ണെങ്കിലും പൊട്ടിക്കടാ. എടാ പൊട്ടിക്കടാ. ആ പൊട്ടിച്ചപ്പോ ഒരു ആക്ഷൻ കണ്ടത് ഇങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ ഞാൻ തോപ്പിച്ചതാ. ഇനിയെങ്കിലും ഒന്ന് പൊട്ടിക്കാൻ പറ്റുമോ നോക്ക്. കയ്യിലും ജെക്കെങ്കിലും പൊട്ടിക്കും. ഓക്കെ, ചവിട്ടി പൊട്ടിച്ചോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ടാസ്കുകളും കഴിഞ്ഞു, ഗെയിമുകളും കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കും ഗെയിമും ഒക്കെ ആയിരുന്നു. എന്തായാലും ഇന്റർവ്യൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അലൻ ജോസിന്റെ ഒരു ഉഗ്രം പാട്ട് കൂടി കേൾക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി പാടും? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി. പുതുവർഷം താനായവലേരമ്മ, നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ, സിരം സിരം മാനത്തെ ഒരുങ്ങി വന്നാൽ ബാക്കി അറിയത്തില്ലല്ലോ. ഒരുങ്ങിവ 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 നേരമാ ഇന്നലെ പുതുവർഷം കാണാൻ കവിളേറുമ്മ, നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം പോയി ഒന്നാ ഒരു നേരം വാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എന്തായാലും ഹാപ്പി ആയല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. 2026 നിങ്ങളുടെയും കൂടി ആയി മാറട്ടെ. ഒരുപാട് നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്ത് മുമ്പോട്ടൊക്കെ പോവുക. ഓക്കെ, ശരിയാവും, പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്തായാലും കുറെ നല്ല വർക്കുകൾ ചെയ്യണം. നിങ്ങളുടെ ടീം അടിപൊളിയായി മാറട്ടെ. ഓക്കെ, താങ്ക് യു. Happy New Year.